10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് ജനങ്ങൾ. ഇന്ന് 1 ലക്ഷത്തോളം പേരെ അണിനിരത്തിക്കൊണ്ടാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ നടന്നത്. അതേസമയം ഇപ്പോഴും ഈ ചടങ്ങുകൾക്ക് ശേഷവും ഇവിടുന്ന് വിട്ടുപോകാൻ തയ്യാറാകാതെ അണികൾ ഇവിടെ തുടരുകയാണ്. MLA ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇവിടെയുണ്ട്. ആ നേതാക്കളെ ഇപ്പോഴും കാണാനും മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടുമാണ് അണികൾ ഇപ്പോഴും ആവേശം ചോരാതെ കാത്തു സൂക്ഷിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ? ഉഷാറായില്ലേ? ഗംഭീര പരിപാടിയാണ് പരിപാടി. കേരളം കണ്ട ഏറ്റവും വലിയ പരിപാടിയൊക്കെ കണക്കൂട്ടാം. കാരണം അത്രയും ജനകീയനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുമെന്നും അതുപോലെ തന്നെ പ്രവാചകൻ തുല്യമായ ഒരു രാഷ്ട്രീയ നേതാവായി മാസ്റ്റർ ഡിഗ്രി നേടിയ മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമാണ്. അതാണ് സഹിച്ച ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ? ഉഷാറായി. എല്ലാവരും ഉഷാറായി. ഞങ്ങള് ഇന്നലെ 5 മണിക്ക് വന്നാണ് വെളുപ്പിന്. ഉഷാറായി. എന്നിട്ട് ചടങ്ങുകളെല്ലാം കണ്ട് വലിയ തിരക്കായിരുന്നല്ലോ. നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോകുന്നതൊക്കെ? ഇനി തിരിച്ചോണ്ട് വൈകുന്നേരം പോകുള്ളൂ. MLA-മാരെയൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടു. കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പരിപാടിയൊക്കെ? അടിപൊളി. ഭയങ്കര സന്തോഷം. 10 വർഷത്തിന് ശേഷം സർക്കാർ വരുന്നത്. അതെ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ എപ്പോ കയറി? ഇതിനകത്ത് എപ്പോ കയറി? ഞങ്ങളൊരു വെളുപ്പിനെ വന്നതാണ്. എവിടുന്നാ വരുന്നത്? കായംകുളം. ഞങ്ങളുടെ മന്ത്രി ലിജു, ഞങ്ങളുടെ ലിജു മന്ത്രിയൊക്കെ ഉണ്ട്. അതിന്റെ സന്തോഷം കൂടെ ഉണ്ട്. ഭയങ്കര സന്തോഷം. വി.ഡി. സതീശൻ ഡൽഹിയിൽ വരണം, ശശി തരൂർ ഡൽഹിയിൽ വരണം. ഇവിടെ ഇപ്പോഴും ഇവിടെ അണികൾ വലിയ തോതിൽ ആവേശം ചോരാത്ത രീതിയിലാണ് അണികൾ ഇപ്പോഴും ഉള്ളത്. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും. എവിടെന്ന്? OICCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ആലപ്പുഴ ജില്ലയുടെ സൗദിയിൽ നിന്നും വന്നതാണ്. ഈ ചരിത്രപരമായ നിമിഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നഷ്ടബോധം പ്രവാസികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചരിത്രധാരകളിൽ എഴുതപ്പെടുന്നതായിരിക്കും. ഇത്രയും മുഖ്യമന്ത്രിമാർ കൊണ്ടുവരാൻ പറ്റിയോ? സത്യപ്രതിജ്ഞയ്ക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ കായംകുളം മണ്ഡലത്തിലുള്ളതാണ്. ലിജു ആണ് ഇവിടുത്തെ MLA. ഞങ്ങൾ 12-16 ബസ്സാണ് നമ്മൾ കായംകുളത്ത് നിന്ന് വിട്ടിട്ടുള്ളത്. പ്രവാസികൾ ഒരു ഫ്ലൈറ്റ് നിറച്ച ആൾ ഞങ്ങൾ OICCയുടേതായിട്ട് 1-2 ആലപ്പുഴ ജില്ലയുടെ കായംകുളത്തിന്റെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇവിടെയാണ് സംവിധാനം ചെയ്തു. അത് ആലപ്പുഴ ജില്ലയുടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസികൾ ഉൾപ്പെടെ ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രവാസികൾ ഉൾപ്പെടെ എത്തിച്ചേരുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ ഇത്തവണ എത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം ഇത്തവണ വലിയ തോതിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ ഇവിടെ ഇതിന് സത്യപ്രതിജ്ഞ കണക്കാക്കി എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലേ? ഉഷാറായില്ലേ? എല്ലാം ഉഷാറായില്ലേ? നല്ല രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സത്യപ്രതിജ്ഞ വളരെ ഗംഭീരമായിരുന്നു. ഇതേ രീതിയിലുള്ള ഭരണവും തുടർന്ന് നടത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തിലൊരു മാറ്റം വരുവാൻ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി അവർ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഞങ്ങൾ ആയിരക്കണക്കിന് നന്ദി രേഖപ്പെടുത്തുന്നു. ശരി. ഇന്നിപ്പോ ഈ ജനങ്ങൾ ഇപ്പോഴും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ തന്നെ തുറന്നുകൊണ്ട് പരമാവധി നേതാക്കളെ കണ്ടുകൊണ്ട് അവർ സന്തോഷം പങ്കുവെച്ച് ഇപ്പോഴും നിൽക്കുകയാണ്. അതേസമയം ഇതിനെ തുറന്നും ഇതുപോലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഈ ചരിത്രപരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലുമാണ് അണികൾ ഇപ്പോഴും തുടരുന്നത്.